ജീവിതത്തിൽ അവഗണന അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ നേരിടുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളോട് ചിലത് പറയുവാനുണ്ട്. മനുഷ്യ ജീവിതത്തിൽ അവഗണനകളും ഒറ്റപ്പെടലുകളും അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാം ഒടുവിലായി ഒരു മാന്യത മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവദാസനായ യോസേപ്പിൻ്റെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ഒറ്റപ്പെട്ടു. കാരാഗൃഹത്തിൽ ഒറ്റപ്പെട്ടു. എന്നാൽ ഒടുവിൽ തന്നെ ഒറ്റപ്പെടുത്തിയവരെ കൂടി സംരക്ഷിക്കുന്ന നിലയിലേക്ക് ദൈവം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ലോകം ഒറ്റപ്പെടുത്തിയപ്പോഴും ചേർത്ത് നിർത്തേണ്ടവർ തള്ളിക്കളഞ്ഞപ്പോഴും സർവശക്തനായ ദൈവം, യോസേപ്പിനെ വിളിച്ച ദൈവം അവനോട് കൂടെയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കി. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ബന്ധങ്ങൾ ഒറ്റപ്പെടുത്തിയാലും കരുതേണ്ടവർ കരുതിയില്ലെങ്കിലും നിന്നെ അടുത്തെറിഞ്ഞ് നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് നിനക്ക് നേരിടേണ്ടി വരുന്ന ഈ ഒറ്റപ്പെടലുകൾ, അവഗണനകൾ ഒരിക്കലും ഒരവസാനമല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികളുടെ ആരംഭമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.